ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്താണെന്നും അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. നമ്മുടെ ഒരു വെബ് പേജിൽ നിന്നും നമുക്കൊരു പ്രത്യേക കാര്യം സെലക്ട് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്കൊരു മെനു ക്രിയേറ്റ് ചെയ്യാനോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഒരു പ്രത്യേകം നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്കൊരു മെനു ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒന്നാമത് സാധാരണ നമ്മൾ HTML ഉപയോഗിക്കുന്ന സെലക്ട് അതേപോലെ തന്നെ ഓപ്ഷൻ വെച്ചിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു ഡിവ് ബട്ടൺ അതേപോലെ തന്നെ ഹൈപ്പർ ലിങ്ക് ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സിമ്പിളായിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. HTML അടിസ്ഥാനമാക്കിയിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് HTML എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹെഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടൈറ്റിൽ ചേർത്ത് കൊടുക്കുകയാണ്. ടൈറ്റിൽ നമ്മളിവിടെ വന്ന് ഡ്രോപ്പ് ഡൗൺ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണോ നമുക്ക് ടൈറ്റിൽ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു സ്ക്രിപ്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഫേവ് എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് ഫോം കൂടി, അതായത് നമ്മുടെ വെബ് പേജിൻ്റെ HTML പാർട്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫംഗ്ഷൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബോഡി ഓപ്പൺ ചെയ്യുന്നു. ബോഡിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാണ്. ഫോമിൻ്റെ ഉള്ളിൽ ഫോമിന് നമ്മളിവിടെ കൊടുത്ത ആക്ഷന് നമ്മളിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഫോമിൻ്റെ ഉള്ളിൽ ഒരു ജസ്റ്റ് ഒരു ഹെഡിങ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ B എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ടൈറ്റിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെലക്ട് യുവർ ഫേവ് ലാംഗ്വേജ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്നൊരു സെലക്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് സെലക്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഈ സെലക്റ്റിന് നമ്മൾ നെയിം എന്നുള്ളത് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നമ്മളിതിന് ID മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ID ഞാനിതിന് മൈ ലിസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ മൈ ലിസ്റ്റ് എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പ്രത്യേകം ഒരു ഓൺ ചേഞ്ച് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, അതായത് ഏത് ഫംഗ്ഷൻ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഫേവ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിലെ വാല്യൂ എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടുന്ന് തൽക്കാലം ഒഴിവാക്കുന്നുണ്ട്. ഒന്നാമത്തേത് എപ്പോഴും നമുക്ക് ഡിഫോൾട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല. സെലക്ട് എ ലാംഗ്വേജ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെലക്ട് എ ലാംഗ്വേജ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ വന്ന് ബാക്കി ഓപ്ഷൻസുകളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ HTML എന്ന് ചേർത്ത് കൊടുത്തു. കുറച്ചധികം വരാൻ ഞാനിത് എന്ത് ചെയ്തു, കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് കുറച്ചെണ്ണം പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം HTML എന്ന് ചേർത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് CSS എന്ന് ചേർത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് JavaScript എന്ന് ചേർത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് PHP എന്ന് ചേർത്തു. ഏതാണോ നമുക്ക് വേണ്ടത് കുറച്ച് ഐറ്റം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിന്ന് ഏതാണോ സെലക്ട് ചെയ്തത് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാരഗ്രാഫ് ടാഗ് ചേർത്തു. യു ആർ സെലക്റ്റഡ് ലാംഗ്വേജ് ഈസ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ടെക്സ്റ്റ് ബോക്സിലായിട്ട് നമുക്കത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് നമ്മളിവിടെ വന്നൊരു ടെക്സ്റ്റ്
ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടെക്സ്റ്റിന് നമുക്ക് നെയിം ഇവിടുന്ന് ഒഴിവാക്കി ഇതിൻ്റെ ID നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റിന് നമ്മൾ ID ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫേവ് എന്നാണ്. ഇഷ്ടമുള്ള എന്താണോ നമുക്ക് വേണ്ടത് ID ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ചേർത്തുമെല്ലാം ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് കോഡ് ചേർത്ത് കൊടുക്കാം. അതായത് ഈ ജാവാസ്ക്രിപ്റ്റിലാണ് നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ നെയിം നമ്മൾ മൈ ലിസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു ഈ മൈ ലിസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ആ മൈ ലിസ്റ്റ് എന്ന ID-യിൽ നമ്മൾ കൊടുത്ത വാല്യൂ ഈ മൈ ലിസ്റ്റ് എന്ന വേരിയബിളിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിസ്റ്റിൻ്റെ പേര് മൈ ലിസ്റ്റ് അതിൻ്റെ ID എന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇത് വേറെ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിലേക്കായിട്ട് നമുക്ക് ഈ വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതിന് നമ്മൾ ഫേവ് എന്നാണ് പേര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഇനി എന്ത് ചെയ്യണം, നമ്മൾ മൈ ലിസ്റ്റ് നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഭാഗത്ത് കൊടുത്ത ആ ലിസ്റ്റിൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. ഡോട്ട് മൈ ലിസ്റ്റ് ഡോട്ട് ഓപ്ഷൻ, ഇനി ഏതാണോ നമ്മൾ ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഓപ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വീണ്ടും മൈ ലിസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് സെലക്റ്റഡ് ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഇൻഡെക്സ് ആണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഡോട്ട് ടെക്സ്റ്റ് എന്നും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ടെക്സ്റ്റാണ് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് വരുന്നത്. നമുക്കൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളൊരു ഡ്രോപ്പ് ഡൗൺ മെനു ഇവിടെ വരുന്നുണ്ട്. നമുക്കിവിടുന്ന് ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്തത്, പ്രോഗ്രാമിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കത് എവിടെയാണോ മിസ്റ്റേക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ചെറിയൊരു മിസ്റ്റേക്കുകൾ വന്നിരുന്നത്, ഒന്നാമത് ഓപ്ഷൻസ് എന്നുള്ളത് ഓപ്ഷൻസ് എന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ വന്ന് സെലക്റ്റഡ് ഇൻഡെക്സ്, അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുന്നത് അത് നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അടുത്തതൊരു ഡിവ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് വലിയ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് അധികം തന്നെ അതിൽ കോഡ് എഴുതാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് എഴുതി അതിനുശേഷം ഹെഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ടൈറ്റിലായിട്ട് നമ്മൾ ഡ്രോപ്പ് ഡൗൺ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഓക്കെ ഒരു ഡ്രോപ്പ് ഡൗൺ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് CSS ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ CSS ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് CSSൻ്റെ സ്റ്റൈൽ എന്നുള്ളത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. CSS കുറച്ച് അധികം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ HTML പാർട്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് CSS ചേർത്ത് കൊടുക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം സ്ക്രിപ്റ്റിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ വന്ന് ഷോ ആൻഡ് ഹൈഡ് എന്നാണ് നമ്മൾ ഫംഗ്ഷൻ്റെ പേരായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോ ഹൈഡ് എന്ന് നമ്മളിവിടെ ഫംഗ്ഷൻ്റെ പേരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് രണ്ടും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൈലും നമുക്കിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹെഡിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്തു. ഇതിനുള്ളിൽ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ബട്ടണിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ബട്ടൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബട്ടൺ ഒരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഓൺ ക്ലിക്കിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ ഹൈഡ് എന്നുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ബട്ടണിൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നതും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് നമ്മൾ ഈ ബട്ടണിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റർ അലൈനിൽ നമുക്ക് ടെക്സ്റ്റ് സെൻറ്ററിലേക്കായി വരാൻ നമ്മളിവിടെ വന്ന് സെൻറ്റർ എന്നുള്ളൊരു അലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ടെക്സ്റ്റും നമുക്ക് സെൻറ്ററിലേക്ക് വരാൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡിവിന് നമ്മളൊരു ID ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ID ഈക്വൽ ടു
എന്നിട്ട് ഇതിൻ്റെ ഐ ഡി ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലിസ്റ്റ് ഐറ്റം എന്നാണ്. എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഐ ഡി ആയിട്ട് ലിസ്റ്റ് ഐറ്റം എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഹൈപ്പർ ലിങ്ക് ആയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആഷ്, അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും പേജിലേക്ക് പോകണ്ടാത്ത രൂപത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഷ് ഉപയോഗിച്ചത്. ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ലാംഗ്വേജ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ HTML എന്ന് ചേർത്തു. ഇതിൻ്റെ താഴെ നമ്മൾ കുറച്ച് ലാംഗ്വേജ് കൂടി ചേർത്ത് കൊടുക്കുന്നു. അടുത്തത് നമ്മൾ CSS എന്ന് ചേർത്തു. അടുത്തത് നമ്മൾ എന്ത് ചെയ്തു, JS എന്നും ചേർത്തു. അടുത്തത് നമ്മൾ PHP എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബട്ടണ് നമുക്കൊരു ക്ലാസ് നെയിം കൂടി കൊടുക്കാം. കാരണം ഇതിന് നമുക്ക് CSS ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്ലാസ് നെയിം ഇതിന് നമ്മൾ ബട്ടൺ എന്നാണ് ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഡിവിന് നമ്മളൊരു ID ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് CSS നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് CSS കോഡുകൾ ആഡ് ചെയ്യാം. അടുത്തത് ബട്ടൺ ആണ് നമ്മൾ CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബട്ടൺ എന്തൊക്കെയാണോ CSS വേണ്ടത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടൺ നമുക്ക് പാഡിങ് ചേർത്ത് കൊടുത്തു. പാഡിങ് 10 പിക്സൽ, രണ്ട് ഭാഗത്തേക്കും ഒരു ഭാഗത്തേക്ക് 30 പിക്സലും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതെന്താണെന്നും എന്തിനാണ് ഉപയോഗിക്കണമെന്നും എല്ലാം നമ്മൾ CSSൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫോണ്ട് സൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫോണ്ട് സൈസ് നമ്മൾ ഒരു 15 പിക്സൽ ഫോണ്ട് സൈസ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ലിസ്റ്റ് ഐറ്റംസിന് വേണ്ട ആവശ്യമായിട്ടുള്ള CSS ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ലിസ്റ്റ് ഐറ്റംസിന് നമ്മൾ ഹാഷ് ഇട്ടു. എന്നിട്ട് ലിസ്റ്റ് ഐറ്റം എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള CSS നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ നൺ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കത് ഡിസ്പ്ലേ ചെയ്യരുത് എന്നാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ പൊസിഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആബ്സല്യൂട്ട് ആക്കി ചേർത്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഇവിടെ വന്ന് വൈറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് മിനിമം വെടുത്ത്, ഇതിൻ്റെ മിനിമം വെടുത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിനിമം വെടുത്ത് ഞാനിവിടെ വന്ന് ഒരു 135 പിക്സൽ മിനിമം വെടുത്തും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ലിസ്റ്റ് ഐറ്റംസിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഹൈപ്പർ ലിങ്കിന് എന്ത് സ്റ്റൈല് വേണമെന്നുള്ളതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് ഐറ്റം എന്ന് നമ്മൾ വീണ്ടും ഇവിടെ ചേർത്ത് കൊടുത്തു. ലിസ്റ്റ് ഐറ്റം, എന്നിട്ട് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ടാഗിന് എന്തൊക്കെ CSS ആണ് വേണമെന്നുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ ബ്ലോക്ക് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ബ്ലോക്ക് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഫോണ്ട് സൈസ് 18 പിക്സലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ട് സൈസ് 18 പിക്സൽ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ വീണ്ടും വൈറ്റ് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. അതേപോലെ ഫോണ്ടിൻ്റെ കളർ നമ്മൾ എന്ത് ചെയ്തു, ബ്ലാക്ക് ആക്കി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഫോണ്ട് കളർ എന്നുള്ളത് നമ്മളിവിടെ വന്ന് ബ്ലാക്ക് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ടെക്സ്റ്റ് ഡെക്കറേഷൻ, അതായത് ഹൈപ്പർ ലിങ്കിൻ്റെ താഴെ വരുന്ന അണ്ടർലൈന് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അപ്പോൾ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്നുള്ളത് നമ്മൾ നൺ എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ പാഡിങ് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാഡിങ് നമ്മളൊരു 10 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിൽ നിന്നും 10 വെച്ച് പിക്സൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പാഡിങ് എന്ന് ചേർത്തിട്ടുള്ളത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഭാഗം നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈഫ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലിക്ക്. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനാണ് നമ്മളിവിടെ വന്ന് ക്ലിക്ക് എന്ന് ഒരു വേരിയബിൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് വാർ എന്നിട്ട് ഇതിന് ശേഷം വേരിയബിൾ നെയിം ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, എന്നിട്ട് എന്തിൻ്റെയാണോ നമുക്ക് ID വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഡിവിൻ്റെ പേരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് ഐറ്റം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഈഫ് എന്നിട്ട് അതിന് ശേഷം ക്ലിക്ക് ഡോട്ട് സ്റ്റൈൽ ഡിസ്പ്ലേ ഡോട്ട് സ്റ്റൈൽ ഡിസ്പ്ലേ ഈക്വൽ ടു 3 ഈക്വൽ ടു എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. അതായത് സ്ട്രിങ്ങോ അതല്ലെങ്കിൽ നമ്പറോ
ഈക്വൽ ടു കൊടുത്താൽ എല്ലാം ഒരേപോലെ ആണെങ്കിൽ മാത്രമേ വർക്കാവൂ. എന്നാൽ 2 ഈക്വൽ ടു കൊടുത്താൽ നമുക്കത് 2 ഈക്വൽ ടു കൊടുത്താൽ 9 എന്നുള്ളതും സ്ട്രിങ് 9 എന്നുള്ളതും ഈക്വൽ ആയിട്ടായിരിക്കും വരിക. എന്നാൽ 3 ഈക്വൽ ടു കൊടുത്താൽ സ്ട്രിങ് 9ഉം അതേപോലെ തന്നെ നോർമൽ നമ്പർ 9ഉം ഒരേപോലെ അല്ലെങ്കിൽ അല്ല എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പ് നമ്മൾ ഈ ഡബിൾ ഈക്വൽ ടുവും ത്രിബിൾ ഈക്വൽ ടുവിനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ടൈപ്പ് ചെയ്താൽ മതി, അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് നൺ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഈഫിൻ്റെ ബ്ലോക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം ഡിസ്പ്ലേ. ഇവിടെ വന്ന് ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ ഈക്വൽ ടു ബ്ലോക്ക്. നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എൽസെ പാർട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് എൽസെ എന്നിട്ടതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ ഈക്വൽ ടു നൺ എന്ന് ചേർത്ത് കൊടുത്തു. ഇതല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നണ്ണായിട്ട് ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്തൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് എറർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എറർ നോക്കാം. ആദ്യം തന്നെ 35ാമത്തെ ലൈനിലാണ് എറർ വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. 35ാമത്തെ ലൈനിലൊന്ന് എറർ നോക്കാം. ഇവിടെ വന്ന് 35ാമത്തെ ലൈന് ക്ലിക്ക് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ ഈക്വൽ ടു നൺ ലിസ്റ്റ്. ഓക്കെ, നമ്മളെ ലിസ്റ്റ് ഐറ്റംസ് എന്നുള്ളത് എഴുതിയോടത്തൊരു തെറ്റുണ്ട്. അപ്പോൾ നമ്മളത് ലിസ്റ്റ് എന്നുള്ളത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രോഗ്രാം നമുക്കിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ കൊടുത്തത് ഏതാണോ അത് 1 by 1 ആയിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പോവുകയും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യാമെന്നും അതെങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.